അത് അത് ഓരോ രാഷ്ട്രീയ ഇതാ കണ്ടിറങ്ങിയപ്പോൾ ഇത് എൻ്റെ രാഷ്ട്രീയത്തിന് എതിരാണ്, അല്ലെങ്കിൽ ഇത് അവൻ്റെ രാഷ്ട്രീയത്തിന് എതിരാണെന്നുള്ള വികലമായ ചിന്തകളുള്ളവരാണ് ഇതിനെ ഡീഗ്രേഡ് ചെയ്യുന്നത്. വളരെ കോണ്ടംപററി റെലവൻസ് ഉള്ള പൊളിറ്റിക്സ് ആണ്. അപ്പം പൃഥ്വിരാജിന്റെ ഡയറക്ടറിൽ ഒരു തേർഡ് ഫിലിമിൽ വരുമ്പോൾ പുള്ളി ഇത്ര ഒരു ബ്രേവ് അറ്റംപ്റ്റ് എടുത്തു എന്നുള്ളത് വളരെ പ്രശംസനീയാർഹമുള്ളൊരു കാര്യമാണ്. ഭയങ്കര നൈസായിരുന്നു. കുറെ പേർക്ക് പറയും അത്ര പോരാന്ന്, പക്ഷെ ഭയങ്കര നൈസായിരുന്നു. ഇതിനകത്ത് എല്ലാതരം പാർട്ടി, അതായത് എല്ലാതരം പാർട്ടിയുടെ തീവ്രതയെ ഇവർ വ്യക്തമായിട്ട് പൊളിച്ചടിക്കുന്നുണ്ട്. അതായത് സംഘപരിവാർ, സുഡാപ്പി തീവ്രത, അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് തീവ്രത, ഈ രാഷ്ട്രീയ അടിമത്തം. ഭയങ്കര നൈസായിരുന്നു. കുറെ പേർക്ക് പറയും അത്ര പോരാന്ന്, പക്ഷെ ഭയങ്കര നൈസായിരുന്നു. കുറെ പാർട്സൊക്കെ എനിക്ക് പേഴ്സണലി ഹോളിവുഡ് ലെവൽ തോന്നി. ഗൂസ് ബംസ്. വളരെ കോണ്ടംപററി റെലവൻസ് ഉള്ള പൊളിറ്റിക്സ് ആണ്. അപ്പം പൃഥ്വിരാജിന്റെ ഡയറക്ടറിൽ ഒരു തേർഡ് ഫിലിമിൽ വരുമ്പോൾ പുള്ളി ഇത്ര ഒരു ബ്രേവ് അറ്റംപ്റ്റ് എടുത്തു എന്നുള്ളത് വളരെ പ്രശംസനീയാർഹമുള്ളൊരു കാര്യമാണ്. ആൻഡ് ഭയങ്കര നല്ല മൂവിയാണ്, എല്ലാവരും വന്ന് കാണണം. ഐ ലവ്ഡ് ഇറ്റ്. കുറേ നെഗറ്റീവ് റിവ്യൂസ് ആദ്യം വന്നപ്പോൾ ഭയങ്കര ഡൗട്ടോടുകൂടിയാണ് വന്ന് കണ്ടത്. പക്ഷേ it was worth the hype. Mohanlal also, Lal also, and I am waiting for Lucifer 3. Very nice movie. Performance ഒക്കെ എങ്ങനെയുണ്ട്? ടോവിനോ, മഞ്ജു വാര്യർ. ടോവിനോ നല്ലതായിരുന്നു. ടോവിനോയ്ക്ക് ഒരു നെഗറ്റീവ് ഷെയ്ഡ് ഉണ്ടായിരുന്നു, വളരെ നല്ലതായിരുന്നു. മഞ്ജു വാര്യർ ആസ് യൂഷ്വൽ വെരി ഗ്രേസ്ഫുൾ. മോഹൻലാലിൻ്റെ പെർഫോമൻസിനെ കുറിച്ച് പറയാൻ ഞാൻ ആരുമില്ല. പൃഥ്വിരാജിന് അങ്ങനെ പെർഫോം ചെയ്യാനൊന്നുമല്ല, പക്ഷെ ആസ് ഒരു ഡയറക്ടർ എന്ന രീതിയിൽ ഹി വാസ് റിയലി ഗുഡ്. ഹി ഈസ് റിയലി ഗുഡ്. ഐ എം ലുക്കിംഗ് ഫോർവേഡ് ഫോർ ഹിസ് അതർ ഫിലിംസ്. എൽത്രിക്കായിട്ട് ഓഫ് കോഴ്സ്. അതിപ്പം ബിക്കോസ് ഇത് ഭയങ്കരമായിട്ട് നമ്മൾ പുഷ് ചെയ്ത് ഒരു സ്ഥലത്ത് കൊണ്ടുവച്ചത്, ഒരു KGF ലെവലിലൊക്കെ നമ്മളിങ്ങനെ പുഷ് ചെയ്ത് കൊണ്ടിരിക്കുകയാണ്. ഇതൊന്നും മലയാള സിനിമയിൽ ആദ്യമായിട്ടായിരിക്കും ഇങ്ങനെ ഒരു സംഭവം തന്നെ. അപ്പോൾ ഇവിടെ നിന്നും എങ്ങനെ പുഷ് ചെയ്ത് കൊണ്ടുപോകുമെന്ന് അറിയാനായിട്ട്, ഇതൊന്ന് അടുത്ത ലെവലിലേക്ക് എങ്ങനെ പോകുമെന്ന് അറിയാനായിട്ട് ഐ എം വെരി ക്യൂരിയസ്. പൃഥ്വിരാജ് പറഞ്ഞിരുന്ന L2 എമ്പുരാൻ ഒരു ചെറിയ പടം, ഇനി L3 എന്തായാലും വലിയ പടം തന്നെ ആയിരിക്കും എന്നാണ്. ഭയങ്കര വലിയ പടമായിരിക്കും. എനിക്ക് അത് ചിന്തിക്കാൻ പോലും, അതിൻ്റെ ഒരു മാഗ്നിറ്റ്യൂഡ് എനിക്ക് ചിന്തിക്കാൻ പോലും വയ്യ. അത് എന്ന് പറഞ്ഞാൽ നമുക്ക് ചിന്തിക്കാം, പക്ഷെ മലയാള സിനിമയിൽ അതെനിക്ക് ചിന്തിക്കാൻ പറ്റുന്നില്ല. ഇറ്റ്സ് റിയലി നൈസ്. ഗംഭീര വർക്കാണ്. അതായത് ഇപ്പം ഈ സിനിമയെക്കുറിച്ച് പ്രമുഖ സാമൂഹിക പ്രവർത്തകൻ മൈത്രേയൻ, അദ്ദേഹം പൃഥ്വിരാജിന് നല്ല സിനിമയൊന്നും ചെയ്ത് കണ്ടിട്ടില്ലെന്ന് പറഞ്ഞു. പക്ഷേ ഇത് അദ്ദേഹം കാണണം. അദ്ദേഹം ഈ സിനിമ കാണാതെ പറഞ്ഞത്. കാരണം ഈ സിനിമയിൽ അദ്ദേഹത്തിൻ്റെയൊക്കെ അഭിപ്രായത്തിൽ അദ്ദേഹമൊക്കെ മുഖം നോക്കാണ്ട് ഓരോ പൊളിറ്റിക്കൽ നേതാക്കളെയും കുറ്റപ്പെടുത്താറുണ്ട്, വിമർശിക്കാറുണ്ട്. ഇതിനകത്ത് എല്ലാതരം പാർട്ടി, അതായത് എല്ലാതരം പാർട്ടിയുടെ തീവ്രതയെ ഇവർ വ്യക്തമായിട്ട് പൊളിച്ചടിക്കുന്നുണ്ട്. അതായത് സംഘപരിവാർ, സുഡാപ്പി തീവ്രത, അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് തീവ്രത, ഈ രാഷ്ട്രീയ അടിമത്തം, പിന്നെ മത തീവ്രത, ഇതൊക്കെ ഇതിനകത്ത് വ്യക്തമായിട്ട് കാണിക്കുന്നുണ്ട്. ഇതിനകത്ത് നല്ല രീതിയിൽ രാജ്യസ്നേഹവും ആണ് ഇതിൻ്റെ ഒരു പ്രധാന പോയിന്റ് തന്നെ. പിന്നെ സമൂഹത്തിൽ നടക്കുന്ന ഡ്രഗ്സ് മാഫിയയും എല്ലാത്തിൻ്റെയും നല്ലതും ചീത്തയും ഇതിനകത്ത് വ്യക്തമായി കാണിക്കുന്നുണ്ട്. അപ്പം അതിനൊക്കെ ഒരു അങ്ങനെയുള്ളൊരു സബ്ജക്റ്റായിട്ട് ഈ സിനിമ മാറുമ്പോൾ അത് ചെയ്യാൻ ലാലേട്ടൻ കാണിച്ച ആ താല്പര്യവും, ഇത് പ്രൊഡ്യൂസ് ചെയ്യാൻ ആൻ്റണി പെരുമ്പാവൂരുള്ള നിർമ്മാതാവ് വരികയും, പിന്നെ ഇതിനകത്ത് ആരോ ഒക്കെ പറയുന്നുണ്ടായിരുന്നു, ഞാനും ആദ്യം ഒരു സീൻ കണ്ടപ്പോൾ ചിരിച്ചു പോയി. അതായത് റാവുത്തർ എന്ന് പറഞ്ഞൊരു കഥാപാത്രമായിട്ട് നമ്മുടെ ആൻ്റണി പെരുമ്പാവൂർ, അത് സത്യത്തിൽ മലയാളികൾക്ക് ചിരി വരും, പക്ഷേ മറ്റുള്ള സ്റ്റേറ്റുകാർക്ക് അത് ചിരിയായിട്ട് വരില്ല. അതൊരു ഡോണിൻ്റെ ഒരു അനുയായി എന്നുള്ള രീതിയിൽ തോന്നുള്ളൂ. പക്ഷേ അതൊന്നും ഒരു വിഷയമല്ല സത്യത്തിൽ. അല്ലെങ്കിൽ ലാലേട്ടൻ്റെ 10 ഡയലോഗ് ഉണ്ടായില്ല, 5 ഡയലോഗ് ഉണ്ടായില്ല, അതല്ല കാര്യം. ഈ സിനിമ പറയുന്ന പൊളിറ്റിക്സാണ് കാര്യം, മനസ്സിലായില്ലേ? അത് ഇതിനകത്ത് വ്യക്തമാണ്. ആ പൊളിറ്റിക്സിനെ കുറിച്ച് നമ്മുടെ ഇന്നത്തെ ന്യൂ ജനറേഷൻ ഒക്കെ സിനിമ കണ്ട് അല്ലെങ്കിൽ റീലിട്ട് നടക്കുന്ന ഒരു കാലഘട്ടമാണ്. അവരൊക്കെ ഒന്ന് അറിയണ്ടേ, അവരൊക്കെ ഇതിൻ്റെയൊക്കെ ആഴം അറിയണ്ടേ. അപ്പോൾ അവരെയൊക്കെ സിനിമ സ്വാധീനിക്കുമെന്ന് പറയുന്നു. അപ്പോൾ സിനിമ സ്വാധീനിക്കുമെങ്കിൽ ഇത് സ്വാധീനിക്കട്ടെ, മനസ്സിലായില്ലേ? നല്ല കാര്യങ്ങൾ സ്വാധീനിക്കട്ടെ, ചീത്ത ആളുകൾ ശരിക്കായിരിക്കട്ടെ. പിന്നെ എത്ര നല്ലതായാലും ചീത്തയായാലും ഒരു സിനിമ കൊണ്ടൊന്നും ലോകം നന്നാവുന്ന ഉള്ള അഭിപ്രായമൊന്നും എനിക്കില്ല. കാരണം അങ്ങനെയാണെങ്കിൽ ഇവിടെ
കൊറിയൻ സിനിമകളൊക്കെ കണ്ട് കംപ്ലീറ്റ് വയലൻസ് ആവേണ്ടതാണ്, അല്ലെങ്കിൽ ഗാന്ധി സിനിമ കണ്ടിട്ട് എല്ലാവരും ഗാന്ധിയന്മാരാവേണ്ടതാണ്. അങ്ങനെയൊന്നും ആയിട്ടില്ല. അപ്പോൾ ഇതിൽ എല്ലാം നല്ല വശങ്ങൾ കുറച്ചെങ്കിലും മനസാക്ഷി ഉണ്ടെങ്കിൽ നമ്മൾ തിരിച്ചറിയണമെന്നുള്ളതാണ്. പലരും ഈ സിനിമ എൻ്റെ രാഷ്ട്രീയത്തിന് എതിരാണ്, അതുകൊണ്ട് ഞാൻ കാണുന്നില്ല എന്ന് പറയുന്നതിലൊന്നും അർത്ഥമില്ല. കാരണം എല്ലാവരും ഉൾക്കൊള്ളാനുള്ള ഒരു കഴിവുണ്ടാവണം. അതാണ് ഒരു ഭരണാധികാരിക്ക് വേണ്ടത്. അല്ലാതെ നമ്മൾ ഭരിക്കുമ്പോൾ അയാളുടെ ആശയങ്ങൾ മറ്റുള്ളവരെ അടിച്ചേൽപ്പിക്കേണ്ട കാര്യമൊന്നുമില്ല. അത് ഈ സിനിമയിലൂടെ കണ്ട് മനസ്സിലാക്കിയേ കൊള്ളാമെന്നാണ്. കാരണം രാഷ്ട്രീയക്കാർക്കോ മാധ്യമപ്രവർത്തകർക്കോ ഇതൊന്നും പറയാൻ ഉള്ള കൺകുറപ്പില്ല. അത് ഈ സിനിമയിലൂടെ കാണിച്ചിട്ടുണ്ട്. നല്ല ഡീഗ്രേഡിങ് സിനിമയ്ക്കെതിരെ ഉണ്ടല്ലോ കേട്ടോ. അത് ഓരോ രാഷ്ട്രീയ ഇത് കണ്ടിറങ്ങിയപ്പോൾ ഇത് എൻ്റെ രാഷ്ട്രീയത്തിന് എതിരാണ്, അല്ലെങ്കിൽ ഇത് അവൻ്റെ രാഷ്ട്രീയത്തിന് എതിരാണെന്നുള്ള വികലമായ ചിന്തകളുള്ളവരാണ് ഇതിനെ ഡീഗ്രേഡ് ചെയ്യുന്നത്. ഒരുപാട് ചെറുപ്പക്കാരന്മാരെ വളരെ കമന്റ് ബോക്സിലൊക്കെ പോയിട്ട് ഭയങ്കര രീതിയിലൊക്കെ സംഘപരിവാറിന്റെ ആക്രമണങ്ങൾ നടക്കുന്നുണ്ട്. അത് നടക്കുന്നുണ്ട്. കാരണം ഈ കേരളം പെട്ടെന്നൊന്നും അങ്ങനെ വർഗീയ ശക്തികൾക്ക് അടിമപ്പെടില്ല. അതുകൊണ്ട് തന്നെ ഇത് ചിലർക്ക് കൊള്ളേൻ്റെ അടുത്തൊക്കെ കൊള്ളും. തിയേറ്റർ എക്സ്പീരിയൻസ് ആദ്യമായിട്ടൊരു മലയാള സിനിമ കണ്ടിട്ട് ഒരു ഇൻ്റർനാഷണൽ ഫിലിം കാണുന്ന ഒരു ഫീൽ ഉണ്ടായിരുന്നു. കാരണം നമ്മുടെ മലയാള സിനിമകളിലോ അല്ലെങ്കിൽ ഇന്ത്യൻ സിനിമയെ തന്നെ ബോളിവുഡിലൊക്കെ കുറേ ക്യാമറ വർക്കൊക്കെ കാണിക്കാറുണ്ടെങ്കിലും ഇത്രയും ക്രിസ്റ്റൽ ക്ലീനായിട്ട് പ്രസൻറ്റ് ചെയ്തിട്ടുള്ള ഒരു സിനിമ ഇന്ത്യയിൽ ഇതുവരെ ഇറങ്ങിയിട്ടില്ലെന്നാണ് എൻ്റെ അഭിപ്രായം. മേക്കിങ്ങും എല്ലാം കഥ പോളിസാണ്, ഒന്നും പറയാനില്ല. സിനിമ ഇഷ്ടപ്പെട്ടായിരുന്നു? ഇഷ്ടപ്പെട്ടു. കൊള്ളാം, നല്ലതാണ്.